നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ ടൈമിലേക്ക് സ്വാഗതം. മിക്ക പുതിയ യൂട്യൂബേഴ്സിനുള്ള ഒരു സംശയമാണ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കണമെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ചാനലിൽ പോയി നോക്കിയാൽ നമുക്ക് ആ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും. എന്നാൽ ചില ചാനലിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ചാനലിന്റെ ഓണർ ഇല്ലെങ്കിൽ ആ യൂട്യൂബർ അയാളുടെ ചാനലിൽ ആ സെറ്റിങ്സ് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ മിക്ക യൂട്യൂബേഴ്സിനും പുതിയ യൂട്യൂബേഴ്സിനുള്ള സംശയമാണ് നമ്മൾ ആ സെറ്റിങ്സ് ഡിസേബിൾ ചെയ്ത് വെക്കണം എന്നുള്ളത്. കാരണം വേറെ ആൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, 400 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അപ്പോൾ അത് മോശമായിട്ട് വരുമോ എന്നുള്ളതാണ് മിക്ക യൂട്യൂബേഴ്സിന്റെ സംശയം. അപ്പോൾ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം ഹൈഡ് ചെയ്ത് വെച്ചാലും അല്ലെങ്കിലും യൂട്യൂബിന് അത് ഒരുപോലെ തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസമില്ല. അതായത് നമ്മുടെ ചാനലിന്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് ഇടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ ലോഗോ നമ്മൾ ഇഷ്ടമുള്ള സെറ്റ് ചെയ്യണ പോലെ, ഇഷ്ടമുള്ള പിക്ചർ ഇടുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഡിസേബിൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഇത് ചെയ്യണോണ്ട് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമോ ദോഷമോ ഇല്ല. എന്നാൽ സാധാരണ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പുതിയ യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്, മിക്കവാറും എല്ലാവരും ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ ഒരു വീഡിയോ കണ്ടു, ആഹാ കൊള്ളാലോ, എന്നാൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാന്ന് വെച്ച് നമ്മൾ ആ ചാനലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൊള്ളാം 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, സബ് ചെയ്തേക്കാന്ന് വെച്ച് സബ് ചെയ്യും. എന്നാൽ ചിലപ്പോൾ അതിനേക്കാളും ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ കണ്ട് ഇതുപോലെ സബ് ചെയ്യാൻ പോകുമ്പോൾ 300 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, വേണ്ട എന്നാ സബ് ചെയ്യണ്ട വിറ്റേക്കാമെന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ. ഇത് എപ്പോഴും ചെയ്യണമെന്നില്ല, എന്നാലും ഇടയ്ക്കെങ്കിലും നമ്മുടെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടോ. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നൊരു സബ്സ്ക്രൈബർ ഈ ഒരു കാരണം കൊണ്ട്, നമ്മുടെ സബ് കുറവാന്നുള്ള കാരണം കൊണ്ട് നഷ്ടപ്പെട്ട് പോകണ്ട എന്നുള്ളതാണ് ഈ ഹൈഡ് ചെയ്ത് വെക്കണതിന്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് 100, 200, 1000 പേര് കൂടുന്നല്ല. എന്നാൽ കിട്ടാവുന്ന ഒരു സബ്സ്ക്രൈബർ ആയാലും അയാൾ ഈ ഒരു കാരണം കൊണ്ട് നഷ്ടമായി പോകണ്ടെന്നുള്ളത് മാത്രമേ ഇതുകൊണ്ടുള്ളൊരു ഗുണമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന രീതിയിലൊരു മാറ്റമൊന്നും ചാനലിൽ കാണാൻ പോകുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ കമ്പ്യൂട്ടറിൽ ഇപ്പൊ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ യൂട്യൂബ് ചാനൽ നോക്കാം. മൂവി ടൈം വിത്ത് അഫ്സൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു സിനിമാ സംബന്ധമായ കാര്യങ്ങൾക്കുള്ള ചാനലാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും 410 സബ്സ്ക്രൈബേഴ്സ്. ഞാനിവിടെ ഇപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല. അപ്പോൾ വേറൊരാൾ ഈ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 410 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഇത് ഡിസേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് സെറ്റിങ്സിൽ പോവാം. താഴെ സെറ്റിങ്സിൽ ചാനൽ സെറ്റിങ്സ് ഉണ്ട്. ചാനൽ സെറ്റിങ്സിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് പീപ്പിൾ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് ടിക്ക് ചെയ്തേക്കുന്നതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണിക്കുന്നത്. നമ്മൾ ഡിസ്പ്ലേ ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ആ ഓപ്ഷൻ എടുത്ത് കളഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ചാനലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചാനൽ റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് അവിടെ കാണിക്കരുത്. കണ്ടോ, നമ്മളിപ്പോൾ റിഫ്രഷ് ചെയ്തപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ സെറ്റിംഗ് തിരിച്ച് എനേബിൾ ചെയ്യാൻ, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണിക്കാണ്ട് വീണ്ടും സെറ്റിങ്സിൽ പോവുക, ചാനൽ സെറ്റിങ്സിലോട്ട് പോവുക, അവിടെ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയിട്ട് ആ ഓപ്ഷൻ വീണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളത് സേവ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സേവ് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചാനലിൽ പോയിട്ട് ചാനൽ റിഫ്രഷ് ചെയ്യുക. അപ്പോൾ ഇനി ഒരാൾ നോക്കുമ്പോൾ ആൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് പരിപാടി. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് എങ്ങനെ ഹൈഡ് ചെയ്യാം, അതെങ്ങനെ തിരിച്ച് എനേബിൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും സ്വന്തം ഒരു താല്പര്യത്തിന്റെ പുറത്ത് ചെയ്യുക. ഇത് ചെയ്യണോണ്ട് നമ്മൾ ഈ പറഞ്ഞ വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാ യൂട്യൂബറും ഇങ്ങനെ തന്നെ തുടങ്ങി വരുന്നത്. ആദ്യം 0 സബ്സ്ക്രൈബർ, പിന്നെ 1 ആവും, 10 ആവും, 100 ആവും, 1000 ആവും. ഇതിൻ്റെ ഇടയ്ക്ക് പലവരും നിർത്തിപ്പോവും, പലവരും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ പിന്നീട് ഒരു സ്റ്റേജ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ വലിയൊരു ലാഭമുള്ളതായിട്ടോ നഷ്ടമുള്ളതായിട്ടോ എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു. പക്ഷേ നമ്മുടെ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് നമ്മൾ ചെയ്യുക. ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യുക, എനേബിൾ ചെയ്യണമെന്ന് തോന്നിയാൽ തിരിച്ച് എനേബിൾ ചെയ്യുക. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യണം. നമുക്കപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.